അപ്പോൾ ഗൈസ് നമ്മൾ സ്കൂളിൽ എത്തിക്കണം. എവിടേക്കാണ് നമ്മൾ ഇത്ര രാവിലെ പോകുന്നതെന്ന് വെച്ചാൽ നമുക്ക് അവാർഡ് കിട്ടിയില്ലെങ്കിൽ തൃശ്ശൂർക്ക് പോകണം. നമ്മൾ സംസ്ഥാനത്ത് നമുക്ക് 2ാം സ്ഥാനം കിട്ടിയോണ്ട് നമ്മൾ തൃശ്ശൂർക്ക് അവാർഡ് വാങ്ങാൻ വേണ്ടി പോവുകയാണ്. ബസ് എത്തിയിട്ടുണ്ട് ഓൾറെഡി. നമ്മൾ ബസ്സിൻ്റെ അവിടേക്കാണ് പോകുന്നത്. ഇന്ന് എന്തൊക്കെ ഉണ്ടാവും നമുക്ക് നോക്കാം. ഓക്കെ. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മളെ ബസ്. നമ്മളെ ബസ്സുള്ളതാണ് ബാഗ് കയറാം. സീറ്റൊക്കെ പിടിച്ചിങ്ങനെ റെഡി ആയിരിക്കുകയാണ്. ഓരോരുത്തർ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. എടാ ഒരു ഹായ് കൊടുക്കടാ. ഹായ് ഹായ് കൊടുക്കടാ. ഹായ് ഹായ്. ഇവിടെ പോകുന്നു. കൊടുക്കേ കൊടുക്കേ. ഓ നാളെ ഓക്കെ. അപ്പോൾ കഴിച്ച് നമ്മളെ ചായയൊക്കെ കുടിച്ചിട്ട് അങ്ങനെ കയറാൻ പോകണ്ട. അടിപൊളി പരിപാടിയാണ്. നമ്മൾ വിചാരിച്ച മാതിരി ഒന്നല്ല. നമ്മളെ പ്രത്യേക സീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പരിപാടി തുടങ്ങാനായി. അപ്പോൾ നമ്മൾ അവാർഡിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ആക്കി ഇരിക്കണം. നല്ല എക്സൈറ്റ്മെൻറ്റിലാണ്. അടിപൊളി പരിപാടിയാണ്. ഇത്ര വലിയ പരിപാടി പിന്നെ ആദ്യമായിട്ടാണ് ഗൈസ് കൂടുന്നത്, അതും തൃശ്ശൂർ വിളിച്ചിട്ട്. ഏതായാലും ഇനി നമ്മൾ മന്തി വരാൻ വേണ്ടി വെയിറ്റ് ആക്കണം. ഓരോരുത്തരും ഓരോരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ആഘോഷത്തിന്റെ മാത്രമല്ല വിളവെടുപ്പിന്റെ വയനാട് ജില്ലയിലെ അവാർഡ് വാങ്ങി പോവാണ്. ഓക്കെ അപ്പൊ ഗൈസ് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. നമുക്ക് മന്ത്രിന്റെ കൂടെ ഫുഡ് കഴിക്കാനുള്ള അവസരമാണ്. അതിനുവേണ്ടി നമ്മൾ പോവാണ്. അപ്പൊ ഗൈസ് നമ്മളിപ്പോ കണ്ടത് മന്ത്രിനെയാണ്. കഴിക്കാൻ വേണ്ടി പോവാണ്. ഓക്കെ ഗൈസ് ഇതൊക്കെയാണ് ഇവിടുത്തെ വിഭവങ്ങൾ. ഇങ്ങനത്തെ ചോറും സാമ്പാറൊക്കെ വരാണ്ട്. രൂപയും ഫലകവും സർട്ടിഫിക്കറ്റും അടങ്ങുന്ന പുരസ്കാരം ഏറ്റുവാങ്ങുന്നതിനായി സ്കൂളിലെ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഇന്നത്തെ നമ്മളെ വൈകുന്നേരത്തെ ഫുഡാണ്. നമുക്ക് മന്തിയും ഷവായും ഓർഡർ ആക്കിയിരിക്കുന്നത്.